കലോത്സവ വേദിയിൽ ഈ വെജിറ്റേറിയൻ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അരുൺ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകളുടെ പേരിൽ അരുണിനെ വിമർശിച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാനും. അരുണിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് വലിയ അബദ്ധമായി പോയെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മുടെ ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ്റെ ഒരു അടിപൊളി ഇൻ്റർവ്യൂ കുറച്ച് മുമ്പ് ഞാൻ കണ്ടു. അതൊരു പക്ഷേ അനിവാര്യമായിരുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൻ്റെ കാരണം ഈ വണ്ടിപ്പെരിയാർ കേസിൽ ഇപ്പോൾ കുറ്റവിമുക്തനായിട്ടുള്ള അർജുൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പോൾ കോടതി കൃത്യമായ തെളിവുകളുടെ അഭാവത്തിലാണ് അർജുനെ വെറുതെ വിട്ടിരിക്കുന്നത്. പക്ഷേ നമുക്കൊന്നും തന്നെ അത് ബോധ്യപ്പെട്ടിട്ടില്ല, സാധാരണക്കാരായ മനുഷ്യർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പീൽ പോകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കുറച്ചു മുന്നേ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അറിയാനുണ്ട്. അരുണ് ഏകദേശം 41 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂ, റിപ്പോർട്ടർ ലൈവിൽ ആ ഇൻ്റർവ്യൂ ഇട്ടിട്ട് ഞാനത് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ഒരുപാട് ചോദ്യങ്ങൾ, അതായത് ഇരുത്തം വന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലെ ഒന്നിലേറെ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ച് വ്യത്യസ്തമായ മറുപടികൾ അർജുൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവരുന്നതിന് അരുണിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു കേസിൽ ആ കുഞ്ഞ് മരണപ്പെട്ടു എന്നതിൽ ആർക്കും സംശയമില്ല. അതിദാരുണമായ പീഡനത്തിനിരയായിട്ടാണ് ആ പിഞ്ചോമന മരണപ്പെട്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആര്, എപ്പോൾ, എന്തിന്, എങ്ങനെ, ഇതാണ് ചോദ്യം. അർജുൻ അല്ലെങ്കിൽ പിന്നെ ആര്? ഇനി അഥവാ അർജുൻ ആണെങ്കിൽ എവിടെയാണ് അന്വേഷണത്തിന് പിഴച്ചത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇനി തുടർന്ന് അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു അന്വേഷണ ഘട്ടത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യാൻ പോകുന്ന ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. അതായത് വളരെ കൃത്യമായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലെ, ഇരുത്തം വന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലെയാണ് ഡോക്ടർ അരുൺ ആ ചോദ്യങ്ങൾ ചോദിച്ചത്. ഒന്നാം തരം ഒരു ഇൻ്റർവ്യൂ. എനിക്ക് തോന്നുന്നത് ജനകീയ കോടതിയിലൊക്കെ നിന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലേക്കുള്ള അരുൺകുമാറിൻ്റെ വളർച്ചയെ എടുത്തു പറയേണ്ടതുണ്ട്. അടിപൊളി ഇൻ്റർവ്യൂ. ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അത് ഈ അർജുനെ വെള്ളപൂശാൻ വേണ്ടി നടത്തിയ ഇൻ്റർവ്യൂ ആണെന്ന്. അങ്ങനെയല്ല. കോടതി വെറുതെ വിട്ട ഒരാളാണ് അർജുൻ. ആ അർജുനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ നിഷ്പക്ഷമായിട്ട് തന്നെ ആയിരിക്കണം അരുൺ പെരുമാറേണ്ടത്. അല്ലാതെ അയാൾ കുറ്റവാളിയാണെന്ന് ആവർത്തിച്ച് പറയാനോ അത്തരത്തിൽ അദ്ദേഹത്തെ കുറ്റവാളിയാണെന്ന് അടിച്ചേൽപ്പിക്കാനോ അരുൺകുമാറിന് പറ്റില്ല. പക്ഷേ വളരെ തന്ത്രശാലിയായ ഒരു ജേർണലിസ്റ്റാണ് അരുൺ എന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ വേണ്ട. വളരെ മികച്ച ചോദ്യങ്ങൾ. ഈ ഒരു ഇൻ്റർവ്യൂ ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥനും ഈ ഒരു കേസിലെ സത്യം തെളിയിക്കാൻ വളരെയധികം പ്രയോജനപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രവുമല്ല, ഈ കേസിൽ സത്യം തെളിയേണ്ടതുണ്ട്. എന്തായാലും ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്, അത് കൊലപാതകമാണ്. ഒരു കുറ്റവാളി അതിൻ്റെ പിന്നിലുണ്ട്. അർജുനാണോ അത്, അല്ലെങ്കിൽ പിന്നെ ആരാണ്? ഈ സത്യം തെളിയേണ്ടതെന്ന് കേരള ജനതയുടെ ആവശ്യമാണ്. ആ ഒരു സത്യത്തിലേക്ക് വെളിച്ചം വീശാൻ ഒരുപക്ഷെ ഈ ഇൻ്റർവ്യൂവിന് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അരുൺകുമാർ വേറെ ലെവലായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.